പ്രമാണിച്ച് നമ്മൾ ഇത്തവണ സദ്യ അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈ ആയിട്ടുള്ള നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഡ്രൈ ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ പോകണം. ഇതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, പയർ, കായ, കുമ്പളങ്ങ, മുരിങ്ങക്കായ, മത്തങ്ങ, ചേന ഈ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്കിതിലേക്ക് കൊപ്പക്കായ, അതായത് പപ്പായ, ഇരുമ്പൻപുളി, പച്ചമാങ്ങ ഇതൊക്കെയും ചേർക്കാം. അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാനിന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഞാനിവിടെ ചേന എടുത്തിട്ടുള്ളത് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ചേനയുടെ വേവും ബാക്കിയുള്ള പച്ചക്കറികളുടെ വേവും വ്യത്യാസമുണ്ട്. ഒരു സാധാരണ കുക്കർ എടുത്തിട്ട് നമുക്ക് ചേന ഇട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വിസിലടിപ്പിക്കുകയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് അത് നന്നായി തിളച്ച് വരണം. ചേന വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഉപ്പോ മുളകോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഉപ്പും മുളകും ഒക്കെ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികൾ ഇടുമ്പോൾ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് എന്താണ് അരപ്പ് വേണ്ടതെന്ന് നോക്കാം. ഒരു മുറി നാളികേരം ഞാനിവിടെ ചെരുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-8 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും 2 കറിവേപ്പിൻ്റെ തണ്ടും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും ജീരകവും കൂടി ചതച്ചെടുത്തിട്ട് വേണം നാളികേരം കൂടി ചതയ്ക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചമുളക് ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് രണ്ടും ചതച്ച് വയ്ക്കുക, എന്നിട്ട് നാളികേരം ചതയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചേന വേവിക്കാൻ വെച്ചത്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് തന്നെ ഇടാം. ഞാനിവിടെ മുരിങ്ങക്കായ ഒന്ന് 2 കഷ്ണാക്കി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഇടുകയും ചെയ്യാം, അല്ലെങ്കിൽ 2 കഷ്ണാക്കിയിട്ട് ഇടാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇടുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ടി 1/4 ടീസ്പൂൺ, 1/2 to 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നിർബന്ധമുള്ളതല്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം. നമുക്കത് ഒരുപാട് വെള്ളത്തിൽ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചേന വേവിക്കാനായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കാം. കയ്യിലുകൊണ്ട് ഇളക്കുകയാണെങ്കിൽ പതുക്കെ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുക്കറിൻ്റെ അടപ്പ് വെച്ചു എന്നുള്ളൂ, അല്ലാതെ ഞാൻ വിസിൽ വരുത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആ വിസിൽ ഊരി മാറ്റുകയാണ്. സാധാരണ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചാൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളകും ജീരകവും ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള നാളികേരല്ലേ, തേങ്ങ ചെരുകിയത്, അതും കൂടി ചേർത്ത് അരച്ച് കിട്ടിയിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയിൽ 1 തണ്ട് കറിവേപ്പില എടുത്ത് ഒന്ന് മുറിച്ച് അത് നമ്മൾ ചതയ്ക്കുമ്പം വല്ലാണ്ട് അരിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കീറി ഒന്ന് തിരുമ്മിയിട്ട് നാളികേരത്തിൻ്റെ കൂടെ ഇടുന്നു, അത്രേ ഉള്ളൂ. കാരണം ആ കറിവേപ്പില അരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ കിട്ടില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മിക്സ്, ചതച്ച് വെച്ചിട്ടുള്ള മിക്സ്. ഈ സമയം നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കഷ്ണങ്ങൾ വേവാൻ എന്തായാലും ഒരു 10 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. വളരെ കുറച്ച് സമയം മതി നമ്മുടെ അവിയൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി ഒന്ന് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് വെക്കാം. പച്ചക്കറികളൊക്കെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നമുക്ക് കുഴഞ്ഞു പോകാൻ വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം, പച്ചമുളക്, ജീരകം, കറിവേപ്പില മിക്സ് ഇതിലേക്ക് ഇടാം. ഇപ്പം ഞാനിവിടെ കയ്യിലുകൊണ്ട് ഇളക്കണം. എന്താ വെച്ചാൽ നല്ല പതുക്കെ ഇളക്കുന്നുള്ളൂ. ഇളക്കുമ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കുമ്പോൾ കൂടുതൽ അത് കുഴഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതാവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ, വളരെ പതുക്കെ ഇളക്കുക. അപ്പോൾ ഇതൊന്ന് ഇരിക്കട്ടെ, ഒന്ന് അമർത്തി വെച്ചിട്ട് ഇരിക്കട്ടെ. ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 3 to 4 ടീസ്പൂൺ തൈര് ഒഴിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 ടീസ്പൂൺ തൈര് ഒഴിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമാങ്ങയൊക്കെ അല്ലെങ്കിൽ ഇരുമ്പുളിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മോരിൻ്റെ അളവ് കുറവ് മതിയായിരിക്കും, പുളി വരണ കാരണം. ഇത് ജസ്റ്റ് സ്ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പുളിയും ഉപ്പും ഇതൊക്കെ നമുക്കൊന്ന് നോക്കണം. ഇത് ആദ്യം ഒന്ന് ഇരുന്ന് പച്ചക്കറികളിലും ഒക്കെ പിടിക്കട്ടെ. അതിന് ശേഷം നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ അങ്ങനെ തുറന്ന് വെച്ചത് നല്ലപോലെ വെന്ത് അതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കഷ്ണങ്ങളിലേക്കും പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ.
എനിക്ക് തോന്നുന്നു കുറച്ചൊരു പുളി കുറവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇപ്പം നേരത്തെ ഞാൻ 3 ടീസ്പൂണേ ചേർത്തുള്ളൂ. കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. കുറച്ച് പുളിയുള്ള മോരാണെങ്കിൽ അത് ഒഴിക്കാം. മോര് ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായിട്ട് പോകും. അപ്പോൾ ഇത്തിരി കട്ടിയുള്ളത് കാരണമാണ്. ഇതിപ്പോൾ ഉടച്ച് വെച്ചിരിക്കണ കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കണേ. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഉപ്പും ഈ സമയത്ത് തന്നെ നോക്കണം. ഇളക്കി കഴിഞ്ഞാൽ ഇനി വേറെ പണികളൊന്നുമില്ല. കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും മാത്രമേ നമുക്ക് ഒഴിക്കേണ്ടൂ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ കൈയോടെ ഒന്ന് തിരുമ്മി കൊടുത്തില്ലേ, അതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ എന്നാൽ ആ കറിവേപ്പിലേൻ്റെയൊക്കെ ശരിക്കത്തെ സ്മെല്ല് നമുക്ക് അവിയലിൽ ടേസ്റ്റ് ആയാലും സ്മെല്ലിനായാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതേപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും അതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അവിയലിൻ്റെ കറക്റ്റ് സ്വാദ് വരുന്നത്. അതേപോലെ തന്നെ വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദാണ്. കറി പോലെ ഉണ്ടാക്കും അവിയൽ, പക്ഷെ സദ്യയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കുന്ന അവിയലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത്തവണ ഓണത്തിന് ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്